ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നാളെ എന്തും സംഭവിക്കാമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആദ്യമായി എംപി ആയ കാലം മുതൽ ഇന്ന് വരെ റെയിൽവേയുടെ ഒരു സ്ഥിരം യാത്രക്കാരനാണ് താൻ. റെയിൽവേയിലെ ഓരോ മാറ്റങ്ങളും താൻ നേരിട്ട് അനുഭവിച്ചവനാണ്. എന്നാൽ ഇന്ന് റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും നാളെ എന്തും സംഭവിക്കാമെന്ന നിലയിലാണെന്നും മന്ത്രി പറഞ്ഞു. റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യ ശരീരത്തിലെ ശിലാപടലങ്ങൾ പോലെ ഇന്ത്യൻ റെയിൽവേ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ശിലാപടലമാണ്, ശിലാരേഖയാണ്. പക്ഷേ ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനം ഏത് രീതിക്കാണ് വിൽക്കപ്പെടുക എന്നതിനെക്കുറിച്ച് പ്രവചിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നു. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ഓരോന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും സംസ്ഥാന സർക്കാർ തന്നെ ഏകണ്ഠമായി വിമാനത്താവളം ഞങ്ങൾ നടത്തിക്കൊള്ളാം, കണ്ണൂർ നടത്തുന്നുണ്ട്, നടത്തുന്നുണ്ട് പറഞ്ഞു. അതൊന്നും കേൾക്കേണ്ടവർ കേട്ടില്ലെന്ന് മാത്രമല്ല. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയുടെ, ജനജീവിതത്തിൻ്റെ, ദേശീയതയുടെ ഏറ്റവും നല്ല ഹൃദയരേഖയായി നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ, നിങ്ങൾ അന്ന് ജോലി ചെയ്തിരുന്ന കാലത്ത് റെയിൽവേ ആയിരിക്കില്ല നാളെ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനും പ്രവചിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല, എനിക്ക് സാധ്യമല്ല. എന്തും സംഭവിക്കാം. ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് വിജയൻ വലിയപുരയിൽ അധ്യക്ഷനായി. ബാങ്കിംഗ് മേഖലയിലെ ഡിജിറ്റൽ അവയർനെസിനെ കുറിച്ച് SBI AGM സുരേഷ് ബാബു ക്ലാസ് എടുത്തു. N ഹരിദാസ്, സുധീന്ദ്രൻ KM, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.